അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ടാക്കോ ക്രെസൻറ്റ് റിംഗ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യുക. നമുക്ക് പുറത്തുനിന്നും വാങ്ങാണ്ട് വീട്ടിൽ തന്നെ എങ്ങനെ സിമ്പിളായി ഉണ്ടാക്കൽ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഡോ, പിന്നെ വേണ്ടത് ചിക്കൻ കീമയാണ്. അപ്പോൾ ഡോ നമ്മൾ പിസ്സയ്ക്ക് ഉണ്ടാക്കുന്ന സെയിം പ്രൊസീജിയറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ആഡ് ചെയ്യുക, 2 ടീസ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂടി ആഡ് ചെയ്യുക. നിങ്ങൾക്കിതിന് പകരം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറും ആഡ് ചെയ്യുക. ഇനി ഇളം ചൂട് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ വെള്ളം കുറേശ്ശെയായിട്ട് ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്കിതിന് പകരം ഇളം ചൂടുള്ള പാലും ആഡ് ചെയ്യുക. ഞാനിവിടെ ഏകദേശം 3/4 കപ്പോളം വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ് വേണ്ടത്. അപ്പോൾ നല്ലപോലെ കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കുക. ശേഷം ഇത് അടച്ചു വെച്ച് 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി ഞാൻ ഇവിടെ ചിക്കൻ കീമയാണ് ഉണ്ടാക്കുന്നത്. നോർമലി ഉണ്ടാക്കുന്ന കീമയിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്യുക. ഉള്ളി നന്നായി വഴറ്റി കളറൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കിയത് ആഡ് ചെയ്യുക. അപ്പോൾ ഒരു 6 അല്ലി വെളുത്തുള്ളിയും പിന്നെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും 3 പച്ചമുളകുമാണിത്. പിന്നെ ഇതിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോൾ 1 കപ്പ് ബോൺലെസ് ചിക്കൻ മിക്സ് ചെയ്തത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിക്കൻ ഞാൻ മിക്സിൻ്റെ ഏറ്റവും ചെറിയ ജാറിൽ പൊടിച്ചെടുത്തതാണ്. ഇനി ഇതിൻ്റെ കളറൊക്കെ മാറി വന്നാൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നിങ്ങളുടെ കയ്യിൽ റെഡ് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുക. പിന്നെ ഞാനിവിടെ മല്ലിപ്പൊടി ചേർക്കാത്ത 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത്ര സ്പൈസി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ലോ ഫ്ലെയിമിലാക്കി 10 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മൾ കീമ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും 1/2 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ചേർക്കുക. ശേഷം 2-3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുക. ഇനി റെഡ് ചില്ലി സോസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അതും ചേർക്കുക. ഓപ്ഷണലാണ്. ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലാത്തവരാണെങ്കിൽ ടൊമാറ്റോ പ്യൂരിയെങ്കിലും ചേർക്കണം, എന്നാലേ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കീമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോ ഒന്ന് പരത്തിയെടുക്കണം. കുറച്ച് മൈദ കൗണ്ടർ ടോപ്പിൽ സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. അപ്പോൾ നല്ലോണം തിന്നായി പോകാൻ വേണ്ടി പാടില്ല. 1 ഇഞ്ച് സൈസിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇത് നടുവിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. പിന്നെ എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ കട്ട് ചെയ്യണം. ഇനി നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്യണം. നമുക്കിത് ഓവനിലും ചെയ്തെടുക്കാം, പിന്നെ സ്റ്റൗ ടോപ്പിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റൗ ടോപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. ഓവനിലാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു കളർ ഉണ്ടാവും ബേക്ക് ചെയ്താൽ. പക്ഷേ എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റൗ ടോപ്പിലും ചെയ്യാം. ഇനി ഓരോ പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു പീസിൻ്റെ മുകളിൽ മറ്റൊരു പീസിൻ്റെ സൈഡ് വരുന്നത് രീതിയിലായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ കീമ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ചിക്കൻ കീമ ഫുള്ളായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ മടക്കണം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ച് ജസ്റ്റ് ഒന്ന് വിസ്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ഇതിനൊരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് കളർ എള്ളുണ്ടെങ്കിൽ അതും കൂടി ചേർക്കുക. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ടാക്കോ ക്രെസൻറ്റ് റിംഗ് സെറ്റ് ചെയ്ത പാത്രം ഡയറക്റ്റ് ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റൗവിൽ ചെയ്യുമ്പോൾ ഒരു വലിയ പാത്രം ഇതുപോലെ ഒന്ന് കുറച്ച് നേരം ചൂടാക്കുക. എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് വെക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് വേണം ഈ പാത്രം വെക്കാൻ. പാത്രം ചൂടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലും ഈ ടാക്കോ ക്രെസൻറ്റ് റിംഗ് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലായിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. ഈ രണ്ട് പാത്രങ്ങൾ തമ്മിൽ ടച്ച് ചെയ്യാൻ വേണ്ടി പാടില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പാത്രം എടുക്കുമ്പോൾ നല്ല വലിയ പാത്രം തന്നെ എടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 45 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ടാക്കോ ക്രെസൻറ്റ് റിംഗ് റെഡിയായി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് കെച്ചപ്പിൻ്റെ കൂടെയും മയണൈസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ആക്കി കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.